ദൈവത്തിന് സ്തോത്രം. വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നല്ല നാമം ഈ നല്ല രാത്രിയിലും നമ്മുടെ മധ്യവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും സർവ്വകൃപാലുവായ ദൈവം നമുക്കൊരിക്കൽ കൂടി ശ്രേഷ്ഠകരമായ വിലയേറിയ നല്ലൊരു അവസരത്തെ അനുഭവത്തെ ഒരുക്കിയല്ലോ. ആ നല്ല സാവകാശത്തിൽ സന്തോഷിക്കുന്നവർ ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ശബ്ദമുയർത്തി അതേ വളരെ സന്തോഷത്തിൻ്റെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു രാത്രിയിലത്രേ നമ്മൾ ഒരുമിച്ചായിരിക്കുന്നത്. ഒത്തിരി പേരുടെ വലിയ അല്ലെങ്കിൽ ശ്രേഷ്ഠകരമായ സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ കർത്താവ് നമുക്ക് അവസരമൊരുക്കി. പ്രത്യേകിച്ച് പപ്പ പറഞ്ഞ സാക്ഷ്യം, ആമേൻ, സ്തോത്രം, ദൈവത്തിൻ്റെ വലിയൊരു കരുതൽ, സ്തോത്രം. ഞങ്ങൾക്ക് വളരെ സങ്കടമുണ്ടായിരുന്നു ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകുമ്പോൾ. ഇനിയൊരു സർജറിയിലേക്ക് പപ്പയുടെ പ്രായം, സ്തോത്രം, അത് കഴിഞ്ഞുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. എന്നാൽ അതൊന്നുമില്ലാതെ നമ്മുടെ കർത്താവ് വലിയവനാ, ആമേൻ. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാ, പ്രാർത്ഥിക്കുന്നവർക്ക് മറുപടി നൽകുന്നവനാ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാ. ഈ രാത്രിയിലും അങ്ങനെ ഒരു ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ദൈവത്തിൻ്റെ അടുക്കലായിരിക്കുവാൻ നമുക്ക് അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ശ്രേഷ്ഠകരമായൊരു പദവിയാണ്. ആമേൻ. നിങ്ങളെ ഓർത്ത് ഒരിക്കൽ കൂടി നല്ല കർത്താവിനെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടി ഈ രാത്രി നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ നല്ല കർത്താവിൻ്റെ നാമത്തിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ചില നാളുകളായി വരുവാനുള്ള പുതിയ വർഷത്തെ എതിരേൽക്കുവാൻ പ്രാർത്ഥനയും ഉപവാസവുമായി ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ, ആമേൻ, ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, ആമേൻ, ചിലത് ശ്രേഷ്ഠകരമായത് നമ്മൾ പ്രതീക്ഷിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നിശ്ചയമായും നമ്മെ നിരാശപ്പെടുത്തുകയും നമ്മെ ഭാരപ്പെടുത്തുകയും നമ്മെ ഭയപ്പെടുത്തുകയും ചെയ്യുന്ന പ്രതിസന്ധികളുമായി പിശാച് കടന്നു വരും. പിശാചിൻ്റെ തന്ത്രങ്ങളെ നമ്മൾ തിരിച്ചറിയുക, ജയിക്കുക. നിശ്ചയമായും ഏറ്റവും ശ്രേഷ്ഠകരമേറിയത് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കും. അവിധത്തിൽ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഈ 2025 പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പമായിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം എന്ത് ചെയ്യുവാൻ പോകുന്നു, അല്ലെങ്കിൽ എങ്ങനെയുള്ളൊരു വർഷമാണ് 2025 നിങ്ങളുടെ ജീവിതത്തിൽ ആകുവാൻ പോകുന്നത്, ആമേൻ, അതേക്കുറിച്ച് നമ്മൾ വരുന്ന ഞായറാഴ്ച ദൈവകൃപയാൽ അനുഗ്രഹീതമായി ദൈവം അനുവദിച്ചാൽ കേൾക്കാം. അത്, ആമേൻ, സ്തോത്രം, നിങ്ങളുടെ അവസരത്തിൻ്റെ വർഷമാണ്. ചില മിനിറ്റുകൾ കഴിയുമ്പോൾ മുമ്പിൽ വരുവാൻ പോകുന്നത് 2025. എന്നെ കേൾക്കുന്ന പ്രിയ സഭയെ, നിങ്ങൾ കാത്തിരുന്ന നിങ്ങളുടെ അവസരത്തിൻ്റെ വർഷമത്രേ. നിങ്ങളുടെ കാത്തിരിപ്പുകൾക്ക് അവസാനമുണ്ടാകുന്ന വർഷമത്രേ 2025. അപ്പോൾ ആ അവസരം നമ്മുടേതായി മാറുവാൻ ഇന്ന് രാത്രി നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രാർത്ഥിച്ച് ഒരുങ്ങുവാൻ പോകുക. ആമേൻ. ശ്രദ്ധിച്ച് യോശുവയുടെ പുസ്തകം 8-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. യോശുവയുടെ പുസ്തകം 8-ാം അധ്യായം 4-ാമത്തെ വാക്യം. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: നിങ്ങൾ പട്ടണത്തിൻ്റെ പിൻഭാഗത്ത് പതിയിരിക്കണം, പട്ടണത്തോട് ഏറെ അകലാതെ എല്ലാവരും ഒരുങ്ങി ഇരിപ്പേൻ. ഒരു നിമിഷം കൂടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഈ വർഷത്തിൻ്റെ അവസാന മണിക്കൂറുകൾ ഞങ്ങൾക്ക് ഇത്രത്തോളം സന്തോഷത്തോടെ, സ്തുതിയോടെ, സ്തോത്രത്തോടെ, സർവശക്തനായവനെ അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ സന്നിധിയിൽ ചിലവഴിക്കുവാൻ അങ്ങ് അവസരം നൽകിയല്ലോ. പാടി മഹത്വപ്പെടുത്തുവാനും പരസ്പരം, ആമേൻ, സ്തുതികളിലൂടെ, സ്തോത്രങ്ങളിലൂടെ, സാക്ഷ്യങ്ങളിലൂടെ ശക്തീകരിക്കുവാനും വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാനും ഈ നല്ല രാത്രി അങ്ങ് ധന്യമാക്കിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. വചനത്തിന് മുമ്പിൽ ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ, ഏറ്റവും ശ്രേഷ്ഠകരമേറിയതൊന്ന് ഇന്ന് രാത്രി അടിയന്റെ ശബ്ദം കേട്ടുകൊണ്ടായിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളിലും, തുടർന്ന് കേൾക്കുവാൻ പോകുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളിലും സംഭവിക്കട്ടെ. 2025 കേൾപ്പിച്ചതുപോലെ ആ പ്രവചന ശബ്ദം പോലെ ഇവരുടെ അവസരത്തിൻ്റെ വർഷമായി മാറട്ടെ. വചനത്തിന് മുമ്പിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. അങ്ങയുടെ ശബ്ദം ഒപ്പമായിരിക്കുന്നവർ കേൾക്കട്ടെ. അങ്ങയുടെ പ്രവൃത്തിയുടെ ശക്തി അടിയനൊപ്പമായിരിക്കുന്നവർ അനുഭവിക്കട്ടെ. ഇവരുടെ ദൈവം എവിടെയെന്ന് ചോദ്യശരങ്ങളുമായി പിന്നാലെ കൂടിയവർ, ഇവർക്കൊരു ദൈവമുണ്ട്. 2025 ആ ദൈവം ഇവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു എന്ന് പറയുവാൻ തക്കവണ്ണം വൻ കാര്യങ്ങളെ അങ്ങയുടെ വചനത്താൽ സാധ്യമാക്കി തീർക്കണമേ. അടിയനെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. അങ്ങയുടെ നാമമഹത്വത്തിനായി ഈ നല്ല രാത്രിയെ പ്രയോജനപ്പെടുത്തിയാട്ടെ. അതേ, യോശുവയുടെ പുസ്തകം 8-ാം അധ്യായം 4-ാമത്തെ വാക്യം ശ്രദ്ധയ്ക്കായി ഒരിക്കൽ കൂടി വായിക്കട്ടെ. നിങ്ങൾ പട്ടണത്തിൻ്റെ പിൻഭാഗത്ത് പതിയിരിക്കണം, പട്ടണത്തോട് ഏറെ അകലാതെ എല്ലാവരും ഒരുങ്ങി ഇരിപ്പേൻ. നിങ്ങളുടെ അവസരത്തിനായി ഇന്ന് രാത്രി നമുക്ക് ഒരുങ്ങാം. അകലാതെ എല്ലാവരും ഒരുങ്ങി ഇരിപ്പേൻ. യോശുവ
യോശുവയിലൂടെ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ കേൾക്കുകയാണ്. ഒരു പട്ടണം പിടിച്ചെടുക്കേണ്ട സമയമായി. അവർ കാത്തിരുന്ന ഒരു അവസരം സംജാതമായിരിക്കുന്നു. ദീർഘനാളുകളായുള്ള കാത്തിരിപ്പിന് അറുതി ഉണ്ടായിരിക്കുന്നു. ഈ രാത്രിയിലും പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയരെ, ആവർത്തിച്ച് പറയട്ടെ, നിങ്ങളുടെ ദീർഘനാളുകളായുള്ള കാത്തിരിപ്പിന് അവസാനം വന്നിരിക്കുന്നു. നിങ്ങളുടെ കാത്തിരിപ്പിന് അറുതി വരുത്തുന്ന അവസരം എൻ്റെ ദൈവം നിങ്ങൾക്ക് മുൻപിൽ ഒരുക്കിയിരിക്കുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ കാത്തിരിപ്പിന് ആമേൻ സ്തോത്രം, എൻ്റെ കർത്താവ് ആമേൻ അറുതി വരുത്തുവാൻ പോകുന്നു. ആമേൻ. അപ്പോൾ സ്തോത്രം, യോശുവയിലൂടെ ആമേൻ സ്തോത്രം ദൈവത്തിൻ്റെ ജനം കേൾക്കുകയാണ്, നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയ അവസരം അത് നഷ്ടപ്പെട്ടു പോകാതെ തക്കത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ ഒരുങ്ങി ഇരിപ്പേൻ. ആമേൻ. ഒരു ഒരുക്കം ആമേൻ പ്രാപിക്കുവാൻ ആവശ്യമത്രേ. 2025 ആമേൻ നിങ്ങളുടെ അവസരങ്ങളുടെ വർഷമായി മാറുവാൻ, കാത്തിരിപ്പുകൾക്ക് അറുതി വരുന്ന വർഷമായി മാറുവാൻ ഒരു ഒരുക്കം ആവശ്യമത്രേ. ഹായ് പട്ടണം പിടിച്ചെടുക്കുവാൻ, വാഗ്ദത്ത ദേശം കൈവശമാക്കുവാൻ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ ദീർഘനാളായി പല മേഖലകളിലൂടെ, പല സാഹചര്യങ്ങളിലൂടെ, യുദ്ധങ്ങളിലൂടെ, യുദ്ധ സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നു വന്നു എത്തപ്പെട്ടിരിക്കുന്ന ആ സ്ഥലത്ത് അവർക്കത് പ്രാപിച്ചെടുക്കുവാൻ ആമേൻ സ്തോത്രം ഒരു ഒരുക്കം ആവശ്യമെന്ന് വചനം പറയുന്നു. അവിടെ ഇവിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അകലാതെ ആമേൻ സ്തോത്രം കാത്തിരിപ്പിൻ, അകലാതെ കാത്തിരിപ്പിൻ. ഈ രാത്രിയിലും ആവർത്തിച്ച് പറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിധത്തിൽ പറയുന്നു, നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് അകന്നു പോകാതെ കാത്തിരിക്കുവേൻ. ആമേൻ. നിങ്ങളോട് കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങളിൽ നിന്ന് അകന്നു പോകാതെ കാത്തിരിക്കുവേൻ. നിങ്ങൾ ആഗ്രഹിച്ചായിരിക്കുന്ന ആ ദൈവിക പദ്ധതികളിൽ നിന്ന് അകന്നു പോകാതെ കാത്തിരിക്കുവേൻ. കൂട്ടായ്മയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരിപ്പീൻ. ആമേൻ സ്തോത്രം. ഒരു വ്യക്തിയോടല്ല യോശുവയിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നത്. ആമേൻ. ഒരു വലിയ കൂട്ടത്തോടാണ് പറയുന്നത്, നിങ്ങൾ കാത്തിരിപ്പീൻ. അർത്ഥം ഒരു കൂട്ടായ്മ പ്രാപിക്കലിന് ആവശ്യമത്രേ. അങ്ങനെയെങ്കിൽ നമ്മൾ നിശ്ചയമായും പ്രാപിക്കും. അവിധത്തിലുള്ള ഒരു കൂട്ടായ്മയുടെ മധ്യത്തിൽ നമ്മൾ ഈ രാത്രി ആയിരിക്കുന്നു. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാപിക്കുന്നവരാക്കി മാറ്റുന്ന, പ്രാപിക്കുവാൻ തക്കവണ്ണം ശക്തന്മാരാക്കി മാറ്റുന്ന കൂട്ടായ്മയുടെ അനുഭവത്തിൽ നമ്മളായിരിക്കുന്നു. ഒരുക്കത്തിന് പ്രധാനമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം ആമേൻ സ്തോത്രം, അകലം വിടാതെ ആമേൻ സ്തോത്രം ലക്ഷ്യത്തിൽ നിന്ന് അകന്നു പോകാതെ കാത്തിരിക്കണം. എങ്ങനെ കാത്തിരിക്കുവാൻ കഴിയും? കൂട്ടമായി കാത്തിരിക്കുവാനായിട്ട് കഴിയണം. ആമേൻ. ഇത് വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ബഥാനിയയിലെ ലാസറിന്റെ കല്ലറയുടെ അടുക്കലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ആമേൻ. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം വായിക്കുമ്പോൾ സഹോദരനായ സ്തോത്രം ലാസർ മരണപ്പെട്ടു പോയി. സഹോദരിമാരായ മാർത്ത മറിയമാർ ഒത്തിരി കരഞ്ഞു, സങ്കടപ്പെട്ടു. പ്രിയപ്പെട്ടവർ ആശ്വസിപ്പിച്ചു, പ്രിയപ്പെട്ടവർ ബലപ്പെടുത്തി, പ്രിയപ്പെട്ടവർ കളിയാക്കി, പരിഹസിച്ചു. യേശു കുരുടന് കാഴ്ച നൽകി, ഇവർക്ക് മാത്രം ഒരു അത്ഭുതവും ചെയ്തില്ല, ഇവരുടെ പ്രാർത്ഥന വെറുതെയായി എന്ന് പറഞ്ഞ് പരിഹസിക്കുകയും, മറ്റു ചിലർ പോട്ടടി പോട്ടെ, അതെ സ്തോത്രം, ഇവിടെ പലരും സാക്ഷ്യം പറഞ്ഞതുപോലെ പോയത് പോട്ടെ, അടുത്തതുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു കൂട്ടത്തിന് മധ്യത്തിൽ ഭവനത്തിനകത്തായിരിക്കുന്ന സഹോദരിമാരെ സ്തോത്രം ഗ്രാമവാതിൽക്കലേക്ക് വിളിച്ചു വരുത്തുന്ന യേശു ആമേൻ അവർക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അതിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നു. ആമേൻ സ്തോത്രം. പ്രാപിച്ചെടുക്കേണ്ടത് നീയാണെങ്കിൽ നിശ്ചയമായും എന്താണോ നീ പ്രാപിച്ചെടുക്കേണ്ടത് അതിൽ നിന്ന് അകന്നു പോകാതെ ആയിരിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രിയിലും ഓർമ്മപ്പെടുത്തുന്നു. എന്താണോ നിനക്ക് പ്രാപിക്കുവാനുള്ളത് അതിൽ നിന്ന് അകന്നു പോയി ആയിരിക്കുന്നുവെങ്കിൽ ഈ രാത്രി കർത്താവ് ചിലരെ കല്ലറകളുടെ അടുക്കലേക്ക് നടത്തുകയാണ്. നീ മറന്നുപോയ, നീ കുഴിച്ചിട്ടിട്ട് മാറി നടക്കുന്ന നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങളെ പൊടിതട്ടിയെടുത്ത് മറുപടി തന്ന് 2025 ദേശത്തിന് മധ്യത്തിൽ നിന്നെ മാനിക്കുവാൻ യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. അകലം വിട്ടുകളയരുത്. ആമേൻ സ്തോത്രം. ലാസർ മരിച്ചു എന്ന് ലോകം പറയും. ആമേൻ. ലാസർ മരിച്ചു, അവൻ ഇനി ഒരിക്കലും വരത്തില്ല എന്ന് ലോകം പറയും. പക്ഷേ യേശുവുള്ളവൻ പറയും ലാസർ മരിച്ചാലും അവൻ തിരിച്ചു വരും. കാരണം അവർക്കൊപ്പം യേശുവുണ്ട്. മാർത്തയ്ക്കും മറിയയ്ക്കും ഒപ്പം യേശു ഉള്ളതുപോലെ ഇതിനകത്തായിരിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്കൊപ്പം യേശു ഉള്ളത് കൊണ്ട് ആമേൻ കുഴിച്ചിട്ടതും നാറ്റം വെച്ചതും 2025 തിരിച്ചു വരും. ആമേൻ. എത്ര പേർ വിശ്വാസത്തോടെ പറയും അതേ യേശുവേ ഈ 2025
2025 കുഴിച്ചിട്ടതും നാറ്റം വെച്ചതും തിരികെ വരും. ഞാൻ അകലം വിട്ട് നടക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ വാഗ്ദത്തത്തെ ഞാൻ വിട്ടുകളയത്തില്ല. സാഹചര്യം നോക്കി ഞാൻ വിട്ടുകളയത്തില്ല. മരണമെന്ന മേലെഴുത്ത് കണ്ട് ഞാൻ മാറിപ്പോകത്തില്ല. പരിഹാസമെന്ന കളിയാക്കലെന്ന ആമേൻ ആ ക്രൂര വിനോദം കണ്ട് ഞാൻ മാറിപ്പോകത്തില്ല. അതെൻ്റേതാണോ, അതെനിക്ക് നഷ്ടപ്പെട്ടതാണോ, അതിനെ ഞാൻ വിട്ടുകളയത്തേ ഇല്ല. അപ്പോൾ തിരിച്ചറിയുക, അകലം വിട്ടു പോകരുത്. സാഹചര്യങ്ങൾ അനുസരിച്ച് അകലം വിട്ടു പോകരുത്. ആമേൻ. രണ്ടാമതായി കൂട്ടായ്മയുടെ അനുഭവത്തിൽ ആയിരിക്കുക. നോക്കൂ, സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിലെ കൂട്ടായ്മ, മർത്ത മറിയമാരുടെ കൂട്ടായ്മ, തളർന്നു പോകാതെ കാത്തിരിക്കുന്നവരുടെ കൂട്ടായ്മ, ദുഃഖിതരായവരുടെ കൂട്ടായ്മ. പ്രൈസർ ഫാമിലിക്ക് ഒപ്പമായിരിക്കുന്ന എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് സന്തോഷത്തോടെ പറയുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ സ്തോത്രം. ഞങ്ങൾ പല കാര്യങ്ങളിലും ആമേൻ സ്തോത്രം നിങ്ങൾക്കൊപ്പം, നിങ്ങളുടെ കണ്ണുനീരിനൊപ്പം നിന്നു. ആമേൻ സ്തോത്രം. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നുണ്ട്. സന്തോഷം. എന്തുകൊണ്ട് നിന്നു എന്ന് ചോദിച്ചാൽ ആമേൻ, നിങ്ങൾ കരയുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ അതിലധികമായി പല വിഷയങ്ങളുടെ മധ്യത്തിൽ കരയുന്നവരാണ് ഞങ്ങളും. അതുകൊണ്ട് നിങ്ങളുടെ കണ്ണുനീരിന്റെ ആഴം ഞങ്ങൾക്ക് തിരിച്ചറിയുവാൻ പറ്റുന്നു. കരയുന്നവരുടെ കൂട്ടായ്മ അത്ഭുതങ്ങളെ കാണും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വേദനിക്കുന്നവരുടെ കൂട്ടായ്മ അത്ഭുതങ്ങളെ കാണും. അതുകൊണ്ട് വേദനകളോട് ആമേൻ സ്തോത്രം ഞങ്ങൾ ആമേൻ സ്തോത്രം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ട എന്ന് പറയത്തില്ല. വേദനകൾ ആമേൻ നിങ്ങളുടെ അനുഗ്രഹത്തിന് കാരണമാകുമ്പോൾ നിങ്ങളോട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെ ശക്തരാക്കി തീർക്കും. അപ്പോൾ മറന്നു കളയരുത്. ആമേൻ സ്തോത്രം. അവസരം നിങ്ങളുടേതാവണമെങ്കിൽ ആമേൻ ആമേൻ സ്തോത്രം 2025 നിങ്ങൾ കാത്തിരിക്കുന്ന അവസരങ്ങൾ നിങ്ങളുടേതായി മാറണമെങ്കിൽ ആമേൻ ആമേൻ അകലാതെ, വാഗ്ദത്തത്തിൽ നിന്ന് അകന്നു പോകാതെ, നിങ്ങൾ കേട്ട ദൈവിക ആലോചനകളിൽ നിന്ന് അകന്നു പോകാതെ, ഇന്നലകൾ നിങ്ങൾ പ്രാർത്ഥിച്ചായിരുന്ന ആ പ്രാർത്ഥനാ വിഷയങ്ങളിൽ നിന്ന് അകന്നു പോകാതെ കൂട്ടായ്മയുടെ അനുഭവത്തിൽ ചേർന്ന് നിൽക്കുക. ഫലം എന്താണ്? 8-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, യോശുവയുടെ പുസ്തകമാണ്, അവിടെ വിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ കൈ നീട്ടിയ ഉടനെ പതിയിരിപ്പുകാർ തങ്ങളുടെ സ്ഥലത്തു നിന്ന് എഴുന്നേറ്റോടി പട്ടണത്തിൽ കയറി അത് പിടിച്ചു, ക്ഷണത്തിൽ തീ വച്ചു. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, ഒരുങ്ങിയവർ പട്ടണം പിടിച്ചു. ഈ രാത്രി ഒന്നുകൂടി ആവർത്തിച്ച് സന്തോഷത്തോടെ പറയട്ടെ, ചില വർഷങ്ങളായി പിടികിട്ടാത്തതിനൊക്കെ എന്റെ കർത്താവ് നിന്റെ കരങ്ങളിൽ തരും. ഓ രാധാരാക്ഷക ഹൃദയ ഷന്ധാരകന, ചില വർഷങ്ങളായി നീ ശ്രമിച്ച് പിടികിട്ടാത്തതിന്, ഓ രാധാര നിന്റെ തലമുറയെ, പിടികിട്ടാത്തതിന്റെ തലമുറയെ, പിടികിട്ടാത്തതിന്റെ ഭർത്താവിനെ, ഓ ഷാറിയാധാരാഷക, പിടികിട്ടാത്തതിന്റെ ഭാര്യയെ, പിടികിട്ടാത്തതിന്റെ തൊഴിലിനെ, പിടികിട്ടാത്തതിന്റെ നന്മയെ, പിടികിട്ടാത്തതിന്റെ അനുഗ്രഹത്തെ, പിടികിട്ടാത്തതിന്റെ ശുശ്രൂഷയെ, പിടികിട്ടാത്തതിന്റെ ഓ ഷാറിധാരാഷക, യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. നീ അത് പിടിച്ചെടുക്കുക. ആമേൻ. നീ ആ സ്വപ്നങ്ങളെ പിടിച്ചെടുക്കുക. ഒരുങ്ങിയ നീ അത് പിടിച്ചെടുക്കുക. ഈ രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ? 2025 നീ നിന്റെ സ്വപ്നങ്ങളെ കൈവശമാക്കും. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, നീ പുറത്തു പറയാതെ ഉള്ളിൽ താലോലിക്കുന്ന സ്വപ്നങ്ങളെ 2025 നീ കൈവശം. ഓ ഷാഖാറ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ? സഭയെ ഈ രാത്രി ഒരുങ്ങിയിട്ടുണ്ടോ? ആമേൻ. 2025 ആമേൻ സ്തോത്രം. ആവർത്തിച്ച് പറയട്ടെ, ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ ആദ്യമായി കേൾക്കുന്നവർ ഒരുപക്ഷെ ചിന്തിക്കും, ആമേൻ സ്തോത്രം, ഇതെല്ലാവരും നാട് നീളെ പറയുന്നത് പോലെ പറയുന്നതാണ്. ആമേൻ സ്തോത്രം. യൂട്യൂബിലുണ്ട് മെസ്സേജുകൾ. ഒരു 3-4 വർഷം മുമ്പുള്ള മെസ്സേജുകൾ നിങ്ങളെടുത്ത് കേൾക്ക്. ഓരോന്നും ഓരോ ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ ആലോചന വിശ്വസിച്ചവരുടെ എല്ലാം ജീവിതത്തിൽ അതങ്ങനെ തന്നെ നിവർത്തിച്ചത് കൊണ്ട് ഇന്ന് രാത്രിയിലും ദൈവസന്നിധിയിലായിരിക്കുന്നു. അതുകൊണ്ട് ആവർത്തിച്ച് വിളിച്ചു പറയട്ടെ, ആമേൻ സ്തോത്രം, പിടികിട്ടാത്തതിനെയൊക്കെ നീ പിടിച്ചെടുക്കും. ആമേൻ. തീർന്നില്ല. 8-ാം അധ്യായം 27-ാമത്തെ വാക്യം ആവർത്തിച്ച് പറയുന്നു. യോശുവയുടെ പുസ്തകം. യഹോവ യോശുവയോട് കൽപ്പിച്ച വചന പ്രകാരം ഇസ്രായേലിയർ പട്ടണത്തിലെ കന്നുകാലികളെയും കൊള്ളയെയും തങ്ങൾക്കായിട്ട് തന്നെ എടുത്തു. വചനം പറയുന്നു, അവർ കൊള്ളയിട്ടു. ആമേൻ. വാഗ്ദത്തങ്ങളെ കൊള്ളയിട്ടു. വാഗ്ദത്തങ്ങളെ യാചിച്ചു വാങ്ങിച്ചു എന്നല്ല, ആവർത്തിച്ചു പറയട്ടെ, വാഗ്ദത്തങ്ങളെ യാചിച്ചായിരിക്കുന്ന ചിലരുണ്ട്. പ്രാർത്ഥനയുടെ മറുപടിക്ക് വേണ്ടി ലോകത്തോട് കേണായിരിക്കുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. മനുഷ്യരുടെ മുമ്പിൽ കൈനീട്ടിയായിരിക്കുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. കേൾക്ക്. ആമേൻ. യാചിച്ചു വാങ്ങുന്നു എന്നല്ല, നിന്നിൽ നിന്ന് കൊള്ളയിട്ടതിനെ, അത് മനുഷ്യനാണെങ്കിലും അത് പിശാചാണെങ്കിലും കാലമാണെങ്കിലും 2025 നീ തിരികെ കൊള്ളയിടുവാൻ ഓ ഷാഖാറാധരെ ഷന്ധാരകന യേശുവിൻ നാമത്തിൽ നിന്നിൽ നിന്ന് കൊള്ളയിട്ട് കൊണ്ടുപോയതിനെ, നിന്നിൽ നിന്ന്
കവർന്നു കൊണ്ടുപോയതിന്, നിന്റെ സന്തോഷങ്ങളെ, നിന്റെ അനുഗ്രഹങ്ങളെ, നിന്റെ നന്മകളെ, നിന്റെ ആത്മീയ ഒരുങ്ങിയ നീ തിരികെ പ്രാപിക്കും. ആമേൻ, സ്തോത്രം. ഇനി നഷ്ടത്തിന്റെ കണക്ക് പറയത്തില്ല. ആവർത്തിച്ചു പറയട്ടെ, 2024 ഈ അവസാന സമയത്തും ഒരുപക്ഷെ നിനക്ക് നഷ്ടത്തെ കുറിച്ച് പറയുവാനുണ്ടായിരിക്കും. ഒരുപക്ഷെ നിനക്ക് നഷ്ടങ്ങളെ കുറിച്ച് മാത്രമേ പറയുവാനുണ്ടായിരിക്കത്തുള്ളൂ. എന്നാൽ കേൾക്ക്, നീ ഒരുങ്ങിയിട്ടുണ്ടോ? നീ ഒരുങ്ങിയിട്ടുണ്ടോ? അകലം വിടാതെ അടുക്കലുണ്ടോ? കൂട്ടായ്മയുടെ അനുഭവത്തിൽ നീ ഉണ്ടോ? നീ 2025 തിരികെ പ്രാപിക്കും. നിന്റെ കൈവെള്ളയിൽ നിന്ന് ശത്രു എടുത്തുകൊണ്ട് പോയതിന്, നിന്റെ കൈവെള്ളയിൽ നിന്ന് പലപ്പോഴും വിലപിക്കുന്നുണ്ട്. എന്റെ കുഞ്ഞ്, എന്റെ മകൻ, എന്റെ ഭർത്താവ്, എന്റെ കുടുംബം, എന്റെ നന്മകൾ, എന്റെ സന്തോഷം, എന്റെ ശുശ്രൂഷ എന്റെ കൈവെള്ളയിൽ നിന്ന് പിശാച് എടുത്തുകൊണ്ട് പോയി. കേൾക്ക്, നീ അതിനെ തിരികെ പിടിക്കുവാൻ പോകുക. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഒരുങ്ങിയവർ, ആമേൻ, സ്തോത്രം. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, ഒരുങ്ങിയവർ അതിനെ തിരികെ പ്രാപിക്കും. അപ്പോ സ്തോത്രം, ഈ രാത്രി നിങ്ങൾ അതിനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുക്കും. ആമേൻ, സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ. വളരെ ശ്രദ്ധിച്ചാട്ടെ. ചില കാര്യങ്ങൾ അല്പസമയം മാത്രമേ നമുക്ക് മുൻപിലുള്ളൂ. വേഗത്തിൽ മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഒന്ന്, ഒരുക്കത്തിനായി ഒന്നാമത്തെ കാര്യം, ആമേൻ, സ്തോത്രം, കെട്ടഴിച്ച് വിടരുത്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം, അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത് സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ഈ വിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു: സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവർ അല്ലല്ലോ. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. ആമേൻ. പിടിച്ചെടുക്കുവാൻ, അവകാശങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ കാത്തിരിക്കുന്നവർ. ഒന്നാമതായി, ആമേൻ, സ്തോത്രം, തിരിച്ചറിയുക, കെട്ടഴിച്ചു വിടരുത്. ശത്രുവിന്റെ, സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. ഒരിക്കൽ, ആമേൻ, സ്തോത്രം, പിശാച് ഒരു കർഷകന്റെ, കേൾക്കണമേ, പിശാച് ഒരു കർഷകന്റെ വീട് സന്ദർശിച്ചു. ആ കർഷകന്റെ തൊഴുത്തിൽ ഒരു കഴുത നിൽക്കുകയായിരുന്നു. പിശാച് എന്ത് ചെയ്തു? ആ കഴുതയുടെ കെട്ടഴിച്ചു വിട്ടു. കെട്ടഴിച്ച കഴുത ഓടിപ്പോയി അടുത്ത പറമ്പിലെ, ആമേൻ, സ്തോത്രം, നെൽപ്പാടത്തിലേക്ക് പോയി നെൽപ്പാടം മുഴുവൻ ചവിട്ടി നശിപ്പിച്ച് അതിനു വേണ്ട ആഹാരം കണ്ടെത്തി. ആമേൻ. ആ സ്തോത്രം, കഴുത തങ്ങളുടെ നെൽപ്പാടം നശിപ്പിക്കുന്നത് ആ നെൽപ്പാടത്തിന്റെ ഉടമസ്ഥ കണ്ടിട്ട് പുറത്തു വന്ന്, ആമേൻ, സ്തോത്രം, ആ കഴുതയെ ഒരു കല്ലെടുത്ത് എറിഞ്ഞു. ആമേൻ. കഴുതയുടെ യജമാനനോട് ദേഷ്യപ്പെട്ടു. ആമേൻ. തന്റെ കഴുതയെ കല്ല് വെച്ചെറിഞ്ഞത് കണ്ട് ദേഷ്യം വന്ന കഴുതയുടെ യജമാനൻ, ആമേൻ, സ്തോത്രം, ഈ സ്തോത്രം, ഈ നെൽ കർഷകന്റെ, ആമേൻ, ഏത് കർഷകനാണോ കഴുത മുഖാന്തരം നഷ്ടമുണ്ടായത് ആ കർഷകന്റെ മകനെയും ഭാര്യയെയും തല്ലി. ഇത് കണ്ട്, ആമേൻ, സ്തോത്രം, ആ മകന്റെയും ഭാര്യയുടെയും ഭർത്താവ് വന്നിട്ട് ഒരു തോക്കെടുത്ത്, ആമേൻ, സ്തോത്രം, ആ സ്തോത്രം, കഴുതയുടെ ഉടയനെ, ആമേൻ, കഴുതയുടെ യജമാനനെ വെടിവെച്ച് കൊന്നു. ആമേൻ, സ്തോത്രം. തുടർന്ന് വലിയ കലാപങ്ങളുണ്ടായി, മരണമുണ്ടായി, വലിയ നഷ്ടമുണ്ടായി. അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ ഇതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പിശാചിനോട് ചോദിച്ചു: പിശാചേ, നീ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? പിശാച് പറഞ്ഞു: ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല, ഒരു കഴുതയുടെ കെട്ടഴിച്ചു വിടുക മാത്രമല്ലേ ചെയ്തുള്ളൂ. എന്ത് നിഷ്കളങ്കമായ മറുപടി! വലിയൊരു തെറ്റാണോ ഒരു കഴുതയുടെ കെട്ടഴിച്ചു വിടുന്നത്? ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, പിശാച് വലുതൊന്നും ചെയ്യത്തില്ല, ചെറിയ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. ബാക്കി നമ്മൾ തന്നെ ചെയ്തോളും. ചില കഴുതകളെ പിടിച്ചു കെട്ടുവാൻ ഇന്ന് ഈ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുക. വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന കഴുതകളെ പിശാച് കെട്ടഴിച്ചു വിട്ടിട്ടുണ്ട്. ആമേൻ. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കഴുതകളെ പിശാച് കെട്ടഴിച്ചു വിട്ടിട്ടുണ്ട്. പിടിച്ചു കെട്ടുവാൻ മടിക്കരുതേ. ആമേൻ, സ്തോത്രം. പിശാച് കെട്ടഴിച്ചു വിട്ട കോപമെന്ന കഴുതയെ പിടിച്ചു കെട്ടുവാൻ മടിക്കരുതേ. പിശാച് കെട്ടഴിച്ചു വിട്ട സംശയമെന്ന കഴുതയെ പിടിച്ചു കെട്ടുവാൻ മടിക്കരുതേ. പകയെന്ന കഴുതയെ പിടിച്ചു കെട്ടുവാൻ മടിക്കരുതേ. വിദ്വേഷമെന്ന കഴുതയെ പിടിച്ചു കെട്ടുവാൻ മടിക്കരുതേ. അസൂയ എന്ന കഴുതയെ പിടിച്ചു കെട്ടുവാൻ മടിക്കരുതേ. നിഗളമെന്ന കഴുതയെ പിടിച്ചു കെട്ടുവാൻ മടിക്കരുതേ. ആമേൻ, സ്തോത്രം. നോക്കുമ്പോൾ ചെറിയ കാര്യമായിരിക്കാം, പിശാച് അങ്ങനെ ചെറിയ കാര്യം ചെയ്തിട്ട് അങ്ങ് പോകും. തുടർന്ന് വലിയ വലിയ കാര്യങ്ങൾ നടക്കും. ആമേൻ. ശ്രദ്ധിക്കുക, നമ്മുടെ സന്തോഷം, നമ്മുടെ അനുഗ്രഹം, നമ്മുടെ നന്മകളെല്ലാം പിശാച് നിസ്സാരമായ കാര്യങ്ങളിലൂടെ നഷ്ടപ്പെടുത്തി കളയും. തെളിവ് ഒന്നുകൂടെ വേണമെങ്കിൽ തരാം. ആമേൻ. തോട്ടത്തിൽ വെച്ച് പിശാച് വന്നിട്ട് നീ ആ പഴമൊന്ന് തിന്ന്, ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ അന്ന് പ്രിയപുത്രനായിരുന്നവർ ദാസിയും ദാസനുമായി, കൊല്ലുന്ന മക്കളുടെ, മരിക്കുന്ന മക്കളുടെ അപ്പനും അമ്മയുമായി തീർന്നു. തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. പിശാച് ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ. പ്രിയരെ, പിശാച് കെട്ടഴിച്ചു വിടും. ആ കെട്ടഴിഞ്ഞു പോകുന്നതിനെ പിടിച്ചു കെട്ടേണ്ട ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമാണ്. ആമേൻ. ചെറുതെന്ന് വിചാരിക്കരുത്. നോക്കൂ,
സ്തോത്രം. ശമൂവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം 29-ാമത്തെ അധ്യായം നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് ഈ സംശയം കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ദുരന്തം അവിടെ കാണുവാനായിട്ട് കഴിയും. ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രശസ്തനും ശക്തനുമായ രാജാവാണ് ദാവീദ്. ദാവീദിനെ കുറിച്ച് ജനം അന്തഃപുരത്തിൽ അല്ലെങ്കിൽ തോഴിമാർ അന്തഃപുരത്തിൽ പാടുന്നത് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശൗലോ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. ശക്തരിൽ ശക്തനായ ദാവീദ്, അപേക്ഷിതനായ ദാവീദ്, പ്രവാചകൻ എന്ന് പേരെടുത്ത ദാവീദ്, ഇങ്ങനെ പല നിലകളിൽ ശോഭിക്കപ്പെട്ട ശക്തിയുള്ള നിശ്ചയദാർഢ്യമുള്ള കൃപയുള്ള ദാവീദ്. ഈ ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ശൗലിനാൽ ഉപദ്രവിക്കപ്പെട്ട് ഗത്ത് രാജാവായ ആഖീഷിന്റെ അടുക്കൽ അഭയം തേടുവാൻ പോയി. നിങ്ങൾ ശ്രദ്ധിക്കണമേ, വീട്ടിൽ പോയിട്ട് വായിച്ചു നോക്കുക. ഗത്ത് രാജാവായ ആഖീഷിന്റെ അടുക്കൽ അഭയം തേടിപ്പോയി. അങ്ങനെ സന്ദർഭവശാൽ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ചില മാസങ്ങൾ കഴിയുമ്പോൾ ഇസ്രായേലുമായി ഗത്ത് രാജാവിന് യുദ്ധമുണ്ടാകുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്ക്. അപ്പോൾ സ്തോത്രം, ഇസ്രായേലുമായി ഗത്ത് രാജാവായ ആഖീഷിന് യുദ്ധമുണ്ടാകുമ്പോൾ ആഖീഷിനൊപ്പം ആരുണ്ട്? ഇസ്രായേൽ ചരിത്രം കണ്ട, അന്നത്തെ ലോക ചരിത്രം കണ്ട ഏറ്റവും ശക്തനായ മല്ലനായ ഗോലിയാത്തിനെ തകർത്ത ദാവീദ് എന്ന ദൈവത്തിന്റെ അഭിഷിക്തനുണ്ട്. യുദ്ധവീരനായ ദാവീദുണ്ട്. 10,000 കൊന്നു തീർക്കുവാൻ കഴിവുള്ള ശക്തനായ ദാവീദുണ്ട്. ആർക്കൊപ്പം? ഗത്ത് രാജാവായ ആഖീഷിനൊപ്പം. സ്തോത്രം. ആഖീഷ് ദാവീദിനെയും കൂട്ടി ഇസ്രായേലിന് വിരോധമായി യുദ്ധത്തിന് പോകുവാൻ ഇറങ്ങുമ്പോൾ അപ്പുറത്തു നിന്ന് ഫെലിസ്ത്യന്മാരുടെ കുറെ പ്രഭുക്കന്മാർ കടന്നു വരുന്നു. ഫെലിസ്ത്യന്മാരുടെ പ്രഭുക്കന്മാർ ദാവീദിനെ കണ്ട ഉടനെ ഗത്ത് രാജാവായ ആഖീഷിനോട് ഒരു ചോദ്യം: ഈ ദാവീദിനെ നിനക്ക് അറിയത്തില്ലയോ? യവനെ കുറിച്ചല്ലയോ ശൗലിലെ അന്തഃപുരത്തിലെ സ്തോത്രം സ്ത്രീകൾ പാടി നടക്കുന്നത്? ദാവീദ് ശൗൽ കൊന്ന 1000-നേക്കാൾ 10 മടങ്ങ് കൊന്നവനാണിവൻ. ഇവനെ എങ്ങനെ നീ വിശ്വസിച്ച് യുദ്ധത്തിന് വേണ്ടി കൊണ്ടുപോകും? സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണമേ, സംശയത്തിന്റെ ഒരു വിത്ത് ഗത്ത് രാജാവായ ആഖീഷിന്റെ മേൽ വീഴുന്നു. ഗത്ത് രാജാവായ ആഖീഷിന്റെ മേൽ സംശയത്തിന്റെ വിത്ത് വീഴുന്നത് കൊണ്ട് ഗത്ത് രാജാവായ ആഖീഷിന്റെ പടനായകനായി തീർന്ന് ഇസ്രായേലിനെ നശിപ്പിക്കേണ്ട ദാവീദ് ഗത്ത് രാജാവായ ആഖീഷിനും ഫെലിസ്ത്യനും ശത്രുവായി മാറി അവരുടെ നാശത്തിന് കാരണമായി തീർന്നു. ഒരു ചെറിയ സംശയം പോയ പോക്ക. ഇല്ലെങ്കിൽ ചരിത്രം നേരെ തിരിഞ്ഞേനെ. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആ സംശയം ഫെലിസ്ത്യർ ആഖീഷിന്റെ ഹൃദയത്തിൽ ഇട്ടുകൊടുത്തിരുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഇട്ടുകൊടുത്ത ചരിത്രത്തെ, ആ സംശയത്തെ വലിച്ചു തൂക്കി കളഞ്ഞിട്ട് ആഖീഷ് എനിക്ക് ദാവീദിനെ വിശ്വാസമാണ്, അവൻ ഇന്ന് വരെ എനിക്കൊപ്പം വിശ്വസ്തയോടെ നിന്നവനാണ്, അവന്റെ കഷ്ടതയിൽ ഞാൻ അവനെ കൈത്താങ്ങിയവനാണ്, എന്റെ കഷ്ടതയിൽ അവൻ എനിക്കൊപ്പം നിന്നവനാണ്, എനിക്കവനെ വിശ്വാസമാണെന്നൊരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ ചരിത്രത്തിൽ ഇസ്രായേലല്ല ഗത്തൊരു രാഷ്ട്രമായി മാറിയനെ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ചെറിയ സംശയം സ്തോത്രം ആ രാജ്യത്തെ, രാഷ്ട്രത്തെ തന്നെ നശിപ്പിച്ചു കളഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയരെ, സംശയമെന്ന കഴുതയെ കെട്ടഴിച്ചു വിടരുത്. സംശയമെന്ന കഴുതയെ കെട്ടഴിച്ചു വിടരുത്. പിശാച് കെട്ടഴിച്ചു വിടും. അത് വല്ലവന്റെയും വയലിൽ പോയി മേയും. അത് വല്ലവന്റെയും എറിവാങ്ങി പിടിയും. അത് യുദ്ധത്തിനും കലഹത്തിനും കലാപത്തിനും കാരണമായി തീരും. അവസാനം സകലത്തെയും കൊന്നു നശിപ്പിക്കും. അപ്പോ ഒന്നാമതായി 2025 നിങ്ങളുടെ അവസരങ്ങളുടെ വർഷമാകണമെങ്കിൽ കെട്ടഴിച്ച് വിടരുത്. അപ്പോ നമ്മൾ തിരിച്ചറിയണം പിശാചിന്റെ തന്ത്രം എന്താണെന്ന്. എഫേസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ പൗലോസ് വിശദീകരണം നൽകുന്നുണ്ട്. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കൾ ആകരുതേ. മനുഷ്യൻ പിശാച് തന്ത്രശാലിയാണ്. മനുഷ്യരെ നമുക്ക് വിരോധമായി കരങ്ങളിലെടുക്കും. സ്തോത്രം. നമ്മെ ആറ്റിക്കളയുന്ന, നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർത്ത് കളയുന്ന ഉപദേശങ്ങളുമായി നമ്മുടെ അടുക്കലേക്ക് അയക്കും. നമ്മെ സംശയാലുക്കളാക്കി മാറ്റുവാൻ, നമ്മെ കോപിഷ്ഠരാക്കി മാറ്റുവാൻ, നമ്മെ കലഹക്കാരാക്കി മാറ്റുവാൻ, നമ്മെ സ്നേഹിക്കുവാൻ കഴിയാത്തവരാക്കി മാറ്റുവാൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, മനുഷ്യന്റെ തന്ത്രങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നമ്മൾ കുഞ്ഞുങ്ങളല്ല, നമ്മൾ വേദപുസ്തകം നല്ലതുപോലെ അറിവുള്ളവരാണ്. അപ്പോ അതറിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിൽ കുടുങ്ങിപ്പോകരുത്. പിന്നെ 6-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽക്കുവിൻ. പിശാച് കെട്ടഴിച്ചു വിട്ടാൽ പിടിച്ചു കെട്ടണം. സംശയത്തിന്റെ കഴുതയെ പിശാച് കെട്ടഴിച്ചു വിട്ടാൽ പിടിച്ചു കെട്ടണം. കോപത്തിന്റെ കഴുതയെ പിശാച് കെട്ടഴിച്ചു വിട്ടാൽ പിടിച്ചു കെട്ടണം. അതുകൊണ്ട് നഷ്ടമൊന്നും ഉണ്ടാകത്തില്ല. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ ഇവിടെ സ്തോത്രം പാട്ട് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് സ്തോത്രം ഷെർലി സിസ്റ്ററെ വീട്ടിൽ കൊണ്ടാക്കുവാൻ വേണ്ടി പോകുന്നു. പെരിങ്ങമല ജംഗ്ഷനിൽ വെച്ച് സ്തോത്രം ഞങ്ങളുടെ വണ്ടി പോകുന്നു. വേറൊരു വണ്ടിക്കാരൻ കൊണ്ട് കയറുന്നു. അവൻ സ്തോത്രം അവനവന്റെ ഭാര്യയും വീട്ടിൽ എന്തെങ്കിലും വഴക്കായിട്ട് വന്നതായിരിക്കും. ആ വേവിന് അവൻ എന്നെ 2 തള്ളക്ക് വിളിച്ചു. സ്തോത്രം. ഞാൻ അത്
കേട്ടു. അവൻ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് പിശാചി കോപത്തിന്റെ കെട്ട് അഴിച്ചങ്ങ് വിട്ടു. ആമേൻ. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആ കോപത്തിന്റെ കഴുതയെ ആമേൻ ഞാൻ പിടിച്ചു കെട്ടിയത് കൊണ്ട് ഞാൻ വീട്ടിലെത്തി. അല്ലെങ്കിൽ ഒന്നുകിൽ അവൻ വീട്ടിലെത്തത്തില്ല, ഞാൻ പോലീസ് സ്റ്റേഷനിലായിരിക്കും. അല്ലെങ്കിൽ ഞാൻ വീട്ടിലെത്തത്തില്ല, അവൻ പോലീസ് സ്റ്റേഷനിലായിരിക്കും. വല്ല കാര്യമുണ്ടോ? ഇന്നിവിടെ നിന്ന് പ്രസംഗിക്കാൻ പറ്റുമോ? സിമ്പിളാണ്. പിടിച്ചു കെട്ടിയിട്ട് ഒരു സോറിയും പറഞ്ഞ് ടാറ്റയും പറഞ്ഞ് ഞാൻ എൻ്റെ ജോലി നോക്കി പോയി. അവനും പോയി കിടന്നുറങ്ങി കാണും, ഞാനും സുഖമായിട്ട് ഉറങ്ങി. കേൾക്കണമേ, അതിനെ പിടിച്ചു കെട്ടുവാൻ മടിക്കരുത്. കോപമെന്ന ആമേൻ സ്തോത്രം, പരിഹാസമെന്ന, നിന്ദയെന്ന, അപമാനമെന്ന കഴുതയെ പിശാച് അഴിച്ചുവിടും. പിടിച്ചു കെട്ടുവാൻ മടിക്കരുത്. ദുശീലമെന്ന ആമേൻ സ്തോത്രം, ദുർനടപ്പെന്ന ആമേൻ സ്തോത്രം, ഇങ്ങനെ ലോകപ്രകാരമുള്ള കഴുതകളെയൊക്കെ പിശാച് കെട്ടഴിച്ചു വിടും. കെട്ടഴിച്ചത് മേഞ്ഞുകൊണ്ട് നിൽക്കുക. വേഗത്തിൽ പിടിച്ചു കെട്ട്, ഇല്ലെങ്കിൽ കഴുതയും പോകും. ആമേൻ സ്തോത്രം, ഉള്ള നിലവും പോകും, വീടും പോകും, വേണ്ടപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടും പോകും. രണ്ടാമതായി 2025 നിങ്ങളുടെ അവസരങ്ങളുടെ വർഷമായി മാറുവാൻ സ്തോത്രം നാവിനെ കീഴ്പ്പെടുത്തുക. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ഈ വിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവം എങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. കുറഞ്ഞ തീ വലിയ കാട് കത്തിക്കുന്നത് പോലെ യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്. ആമേൻ. യാക്കോബ് അപ്പോസ്തലന്റെ പ്രത്യേകത അറിയാമോ? സമയമില്ലാത്തത് കൊണ്ട് വേഗത്തിൽ പറയട്ടെ. ആമേൻ. ആമക്കാലുള്ള മനുഷ്യൻ എന്നാണ് യാക്കോബ് അപ്പോസ്തലനെ കുറിച്ച് ചരിത്രം പറയുന്നത്. കാരണം രണ്ട് കാലും എപ്പോഴും മുട്ടിൽ മേൽ നിന്ന് പ്രാർത്ഥിച്ച് രണ്ട് കാലും ആമേൻ ആമേൻ തഴമ്പ് വന്ന് പരന്ന മനുഷ്യൻ. ആ പ്രാർത്ഥനാ മനുഷ്യൻ പറയുകയാണ്, നാവ് ചെറിയൊരു അവയവമാണ്, പക്ഷേ അത് വലിയ കാട് കത്തിക്കുന്ന ചെറിയ തീക്ക് സമമാണ്. പറഞ്ഞു പോകുന്ന ചില വാക്കുകൾ ആമേൻ ജീവിതം മുഴുവൻ തിരിച്ചു കൊടുത്താൽ ആമേൻ ആ വാക്കുകളെ തിരിച്ചെടുക്കുവാൻ കഴിയത്തില്ല. പറയുന്നതിന് മുമ്പ് ആമേൻ നല്ലതുപോലെ ആലോചിക്കുക. ആ നാവിനെ കീഴ്പ്പെടുത്തുക, നാവിനെ കീഴ്പ്പെടുത്തുക. ആമേൻ. കാരണം ആ നാവിന്മേൽ ഒരു അധികാരത്തെ ദൈവം എനിക്കും നിങ്ങൾക്കും തന്നിട്ടുണ്ട്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സദൃശവാക്യങ്ങളുടെ പുസ്തകം 18:21 മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കും. ജീവിപ്പിക്കുന്ന വാക്കുകളായിരിക്കണം പുറത്തു വരേണ്ടത്. ഇന്ന് രാത്രിയിൽ ഇതിനകത്തായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷത്തോടെ പറയുവാൻ കഴിയും. ആമേൻ. നിങ്ങളോട് ഓരോരുത്തരോടും ഞങ്ങൾ പറഞ്ഞിട്ടുള്ള വാക്കുകളൊക്കെ നിങ്ങളെ ജീവിപ്പിക്കുന്ന വാക്കുകൾ തന്നെയാണ്. നിങ്ങൾക്ക് പ്രത്യാശ തരുന്ന വാക്കുകൾ തന്നെയാണ്. ആമേൻ. എന്തെങ്കിലും ഞങ്ങളുടെ കയ്യിൽ ഉള്ളത് കൊണ്ടൊന്നുമല്ല പറഞ്ഞിട്ടുള്ളത്, എന്തെങ്കിലും ഞങ്ങൾക്ക് അറിയാമെന്നുള്ളത് കൊണ്ടുമല്ല. പക്ഷേ ഞങ്ങളുടെ ദൈവത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമാണ്. ആ ദൈവം ഒരുവനെ കൈവിടത്തില്ലെന്നുള്ള ഉറപ്പിൽ ജീവിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇന്നും പറയുന്നു, നാളെയും അത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആർക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും ആമേൻ ജീവിപ്പിക്കുന്ന വാക്കുകൾ നിങ്ങളെയും ജീവിപ്പിക്കും, ഞങ്ങളെയും ജീവിപ്പിക്കും. ആമേൻ. കൊല്ലുന്ന വാക്കുകൾ നിങ്ങളെയും കൊല്ലും, ഞങ്ങളെയും കൊല്ലും. ആമേൻ. ആ വാക്കുകൾ തിരിഞ്ഞു കൊത്തും. ആമേൻ സ്തോത്രം. അതുകൊണ്ട് ആമേൻ സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നു, ആമേൻ നാവിന്മേൽ ഒരു അധികാരമുണ്ട്. അതിനെ ഇഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കും. അതിന്റെ ഫലം അനുഭവിക്കും. ഈ രാത്രി 2024 നാവിനെ ശരിയായി ഉപയോഗിക്കുവാൻ വേണ്ടി നമ്മൾ തയ്യാറാകുക. അവസരത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിച്ചേ, എത്രയോ അവസരം കിട്ടിയിട്ടുണ്ട്. ആമേൻ. കൈക്കുള്ളിലിരുന്ന അവസരത്തെ വരെ നമ്മളെ നാവാണ് തട്ടിക്കളഞ്ഞത്. ആമേൻ. ഹല്ലേലൂയ. കൈക്കിൽക്കിൽ കിട്ടിയ അവസരങ്ങളെ ഒരുപാട് സഹോദരിമാരെ കൗൺസിൽ ചെയ്യുന്നതാ വിവാഹമോചനത്തെക്കുറിച്ച്. ആമേൻ. അവർ പറയുന്ന കാര്യമുണ്ട്, ദേവദാസനെ പെട്ടെന്ന് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല, എല്ലാം ഓക്കെ ആയി വന്നതാ. അവരുടെ കൗൺസിലർ പറഞ്ഞു, വക്കീൽ പറഞ്ഞു, പുള്ളിയുടെ മനസ്സിലൊരു മാറ്റം ഉണ്ടായിരുന്നു, പക്ഷേ പെട്ടെന്ന് എൻ്റെ ദേഷ്യത്തിന് ഞാൻ പറഞ്ഞു പോയി, അതോടെ മൊത്തത്തിൽ പോയി. ഞാൻ പറഞ്ഞു അങ്ങനെ വെച്ചുകൊണ്ടിരി. ആമേൻ സ്തോത്രം. കേൾക്കണമേ. ആമേൻ. ഈ പെട്ടെന്ന് വരുന്ന ഈ വാക്ക് ആമേൻ ജീവിതത്തെ ഒരിക്കലും ചേർത്ത് പണിയുവാൻ കഴിയാത്ത വിധത്തിൽ നശിപ്പിച്ചു കളയും. ആമേൻ. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങളുടെ നാവിനൊരു അധികാരമുണ്ട്. അതിന് അനേകരെ ജീവിപ്പിക്കുവാൻ കഴിയും, അതിന് അനേകരെ അനുഗ്രഹിക്കുവാൻ കഴിയും, അതിന് അനേകരുടെ ജീവിതത്തെ, എന്തിന് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റുവാനായിട്ട് കഴിയും. നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ മറ്റുള്ളവരെയും നിങ്ങളെയും അനുഗ്രഹിക്കുന്നതായി മാറണം. ആമേൻ. ഞാൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ നാവിൽ നിന്ന് ശാപമായിട്ടുള്ള ഒരു വാക്ക് വന്നാൽ നിശ്ചയമായും മുമ്പിലുള്ള ചില നാളുകൾക്കകത്ത് അത് അങ്ങനെ സംഭവിക്കും. നിങ്ങളത് കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. മക്കളെ കുറിച്ച് ചിലപ്പോൾ ശാപമായ വാക്കുകൾ പറയും, അതുപോലെ നമ്മളത് കേൾക്കും. മറ്റൊരാൾ പറയുന്നത് അത് നമ്മൾ കേൾക്കും. ഭർത്താവിനെ കുറിച്ച് ശപിച്ച് വാക്കുകൾ പറയുന്ന സഹോദരിമാരുണ്ട്. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ മറ്റുള്ളവർ ഭർത്താവിനെ കുറിച്ച് അതേ വാക്ക് പറയുന്നത് അവൾ കേൾക്കും. ഭാര്യയെ കുറിച്ച് പറയുന്നവരുണ്ട്, അവരും അത് തന്നെ കേൾക്കും. കാരണം നാവിന്മേലൊരു അധികാരമുണ്ട്. നിങ്ങൾ തിരിച്ചറിയുക, ആ അധികാരത്തെ നല്ലതുപോലെ പ്രയോജനപ്പെടുത്തുക. 2025 ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കണം. ആമേൻ. ഞാൻ അനുഗ്രഹിക്കാൻ
അനുഗ്രഹിക്കാനല്ലാതെ വാ തുറക്കത്തില്ല. ആമേൻ, സ്തോത്രം. എന്നെ അനുഗ്രഹിക്കാനല്ലാതെ, എൻ്റെ കൂടെ ഉള്ളതിനെ അനുഗ്രഹിക്കാനല്ലാതെ ശാപം എന്നൊന്ന് എൻ്റെ നാവിൽ നിന്ന് വരത്തില്ല. ഞാൻ ശാപത്തിന്റെ സന്തതിയല്ല. എൻ്റെ നാവിൽ നിന്ന് ശാപമല്ല വരുവാനുള്ളത്. എൻ്റെ നാവിൽ നിന്ന് കൊലപാതകമല്ല ഉണ്ടാകുവാനുള്ളത്. എൻ്റെ നാവിൽ നിന്ന് മരണമല്ല വെളിപ്പെടുവാനുള്ളത്. എൻ്റെ നാവ് ആരുടെ ഹൃദയത്തെ വേദനിപ്പിക്കത്തില്ല. എൻ്റെ നാവ് എല്ലാവർക്കും ആശ്വാസമാകും. എൻ്റെ നാവ് എല്ലാവർക്കും ബലമാകും. എൻ്റെ നാവ് അവിശ്വാസിയെ വിശ്വാസിയാക്കും. എൻ്റെ നാവ് മാനസാന്തരപ്പെടുത്തും. എൻ്റെ നാവ് സഭയെ പണിയും. എൻ്റെ നാവ് കുടുംബങ്ങളെ പണിയും. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾക്ക് വിഷമമൊന്നും തോന്നരുത്. ആമേൻ, സ്തോത്രം. ഞാനൊരു കാര്യം പറഞ്ഞു തരാം. ആമേൻ, സ്തോത്രം. നല്ല ടിപ്പ് ടോപ്പായി വസ്ത്രമൊക്കെ ഇട്ട് നടക്കുമ്പോൾ, ആമേൻ, നമ്മൾ പലപ്പോഴും പലരെയും കാണുമ്പോൾ വിചാരിക്കും ഇവർ എന്തൊരു പരിക്കരാണ്. അവരുടെ ചില സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ എത്ര ഹാർഡായിട്ട് സംസാരിക്കുന്നു, ഒരു സ്നേഹവുമില്ല. അതൊക്കെ വെറുതെയാണ്. ആമേൻ. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട്, ആമേൻ, സ്തോത്രം, അങ്ങനെ ചില വ്യക്തികളൊക്കെ നമ്മൾ വിചാരിക്കും അയ്യോ ഇവർക്ക് ഇത്ര ദേഷ്യമാണ്. ആമേൻ. പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ആമേൻ നമ്മുടെ അങ്കിളിനെ കുറിച്ച്. ആ അങ്കിൾ ഇന്നലെ രാത്രി കരഞ്ഞ കരച്ചിലിന് ഞാൻ എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി. ആ മനുഷ്യൻ നിന്ന് കരയുന്നത് കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇങ്ങനെ ഉടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ഗെറ്റപ്പിൽ പിള്ളേരോടും ദേഷ്യപ്പെട്ട് നടക്കുന്ന ഒരു മനുഷ്യന് എങ്ങനെ നിന്ന് കരയുവാൻ കഴിയുന്നു? എങ്ങനെ ഇങ്ങനെ ഹൃദയം തകരുവാൻ കഴിയുന്നു? ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മൾ കാണുന്നത് പോലെ അല്ല മനുഷ്യൻ. ആമേൻ. അവൻ്റെ ഉടുപ്പും അവൻ്റെ മുഖം മൂടിയും മാറിക്കഴിഞ്ഞാൽ അകത്തൊരു കരച്ചിലുണ്ട്, അകത്തൊരു നിലവിളിയുണ്ട്. അവൻ മരണത്തിന് വേണ്ടി ഓടി നടക്കുന്ന അനുഭവമുണ്ട്. അവനെ നമ്മൾ മരണത്തിനായി ഏൽപ്പിച്ചു കൊടുക്കരുത്. ആമേൻ. അവനെ നമ്മൾ ചേർത്ത് പിടിക്കണം. ആമേൻ. നമ്മൾ തിരിച്ചറിയണം. നമുക്കൊപ്പമുള്ളവർ ചിലപ്പോൾ നമ്മൾ കാണുമ്പോൾ പരിക്കരായിട്ട് നടക്കും, നമ്മൾ കാണുമ്പോൾ ദേഷ്യത്തോടെ കോപത്തോടെയൊക്കെ നടക്കും. അവരുടെ ഉള്ളെന്താണെന്ന് നമ്മളത് തിരിച്ചറിയണം. ആമേൻ, സ്തോത്രം. അവൻ അങ്ങനെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞാൽ നമ്മുടെ നാവ് അവരെ അനുഗ്രഹിക്കുവാനായി തുടങ്ങും. ശപിക്കരുതേ. ഇന്നു മുതൽ 2025 നിങ്ങൾ ഒരു തീരുമാനമെടുക്കണം. ഞാൻ ശപിക്കത്തില്ല. ഞാൻ എൻ്റെ ഭർത്താവിനെ ശപിക്കത്തില്ല, എൻ്റെ ഭാര്യയെ ശപിക്കത്തില്ല, എൻ്റെ മക്കളെ ശപിക്കത്തില്ല, എൻ്റെ മാതാപിതാക്കളെ ശപിക്കത്തില്ല, എൻ്റെ സഹോദരങ്ങളെ ശപിക്കത്തില്ല, എൻ്റെ കൂട്ടു സഹോദരങ്ങളെ ശപിക്കത്തില്ല. അവരെ കുറിച്ച് നല്ലത് മാത്രം പറയും. നിങ്ങൾ നിശ്ചയമായും നല്ലത് പറഞ്ഞു നോക്ക്. നിങ്ങളെ കുറിച്ച് നല്ലത് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് കഴിയും. ആമേൻ. മോശം പറയുന്നവരാരും നല്ലത് കേൾക്കത്തില്ല. ആമേൻ. അപ്പോ സ്തോത്രം, ഈ നാവിനെ നമ്മൾ നിയന്ത്രിച്ചേ മതിയാകത്തുള്ളൂ. മൂന്നാമതായി, ആമേൻ, 2025 നിങ്ങളുടെ അവസരങ്ങളുടെ വർഷമായി മാറുവാൻ ആ നില പ്രതീക്ഷിക്കരുത്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 23:18 ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ഒരിക്കൽ ഒരു ഭിക്ഷക്കാരനായ മനുഷ്യനെ മറ്റൊരു മനുഷ്യൻ കണ്ടുമുട്ടി. ആ ഭിക്ഷക്കാരനായ മനുഷ്യൻ, ആമേൻ, യാചകൻ താൻ വഴിയരികിൽ കണ്ടുമുട്ടിയ മനുഷ്യനോട് ആമേൻ താൻ യാചിക്കുവാനായി തുടങ്ങി, ഭിക്ഷ ചോദിക്കുവാനായി തുടങ്ങി. ഭിക്ഷ കൊടുക്കുവാനായ മനുഷ്യൻ തയ്യാറായപ്പോൾ തൻ്റെ സങ്കടങ്ങൾ ആ ഭിക്ഷക്കാരൻ പറയുവാനായി തുടങ്ങി. നോക്കൂ, നിങ്ങളിങ്ങനെ സന്തോഷമായി രാവിലെ ഇറങ്ങി ജോലിക്കായിട്ട് നല്ല വസ്ത്രമൊക്കെ ഇട്ട് പോകുന്നു, നിങ്ങൾ എന്ത് ഹാപ്പി ആയിരിക്കുന്നു. ഞാനൊക്കെ ഉണ്ടല്ലോ, എന്തോരം അമ്മമാരെ മുമ്പേ ഇന്ന് കൈ നീട്ടുമെന്നറിയാമോ? നിങ്ങൾ തന്നെ എത്ര നേരം കൈ നീട്ടിയപ്പോഴാണ് എനിക്ക് തന്നത്. ചിലവന്മാർ ഒന്നും തരത്തില്ല, ചിലവർ തുപ്പും, ചിലർ നിന്ദിക്കും, ചിലർ പോടാ എന്ന് പറയും, ചിലരൊരു പട്ടിയെ പോലെ കല്ലെടുത്തെറിയും. എന്ത് നശിച്ച ജീവിതമാണ് ഞങ്ങളുടെ ജീവിതം. നിങ്ങൾ ഇതേപ്പറ്റി ഓർക്കാറുണ്ടോ? ഈ ഭിക്ഷക്കാരൻ ഭിക്ഷ കൊടുത്ത മനുഷ്യനോട് ചോദിക്കുക. ഉടനെ ഭിക്ഷ കൊടുത്ത മനുഷ്യൻ ചോദിച്ചു, എന്നാൽ സഹോദര, നിങ്ങൾക്ക് വല്ല ജോലിയൊക്കെ ചെയ്ത് ഞങ്ങളെപ്പോലെ നന്നായി ജീവിച്ചൂടെ? ഉടനെ ഭിക്ഷ ചോദിക്കുന്ന മനുഷ്യൻ പറയുക, അതൊന്നും നടക്കത്തില്ല, ഞങ്ങൾക്കൊന്നും അങ്ങനെ ആകാൻ പറ്റത്തില്ല. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പലരുടെയും ചിന്ത ഇതാ, ഞങ്ങൾക്കൊന്നും അങ്ങനെ ആകാൻ പറ്റത്തില്ല, ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ യാചകരായിട്ടിരിക്കുവാൻ മാത്രമേ കഴിയത്തുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നില്ല എങ്കിൽ നിശ്ചയമായും പ്രതിഫലമുണ്ടാകും. സാഹചര്യം നോക്കേണ്ട, നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എന്നും യാചകരായി തുടരുവാൻ, എന്നും മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുവാൻ, എന്നും മറ്റുള്ളവരുടെ ആട്ടും തുപ്പും കേട്ട് ജീവിതം അവസാനിപ്പിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നീ പെട്ട് കിടക്കുന്ന സ്ഥാനത്ത് നിന്ന് നീ പുറത്തു വാ. നിന്നെ കൊണ്ടുപോകുവാൻ, നിന്നെ മുൻപോട്ട് നടത്തുവാൻ സർവശക്തനായ ദൈവമുണ്ട്. ആമേൻ. നിന്റെ പ്രത്യാശയ്ക്ക്, നീ സ്വപ്നം കണ്ട ആ പ്രത്യാശയ്ക്ക് ഭംഗം വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇറങ്ങി തിരിച്ച ചിലരെ നോക്കി ഈ രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, 2025 ആമേൻ നിന്റെ നില മാറുവാൻ പോകുക. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ നില മാറുവാൻ പോകുക. ഭയം ഒതുങ്ങിക്കൂടരുത്. എൻ്റെ കുടുംബത്തിലെല്ലാവരും ഇങ്ങനെയാണ്, എൻ്റെ മാതാപിതാക്കളെല്ലാം ഇങ്ങനെയാണ്, എൻ്റെ സഹോദരങ്ങൾ ഇങ്ങനെയാണ്. നീ അങ്ങനെയല്ല. നിനക്കൊരപ്പനുണ്ട്, അവൻ സ്വർഗീയ പിതാവ്. അവൻ ഈ അണ്ടകടാകത്തെ
തന്റെ ശക്തിയേറിയ വചനം കൊണ്ട് വഹിക്കുന്നവനാ, ഈ ഭൂമിയെ സൃഷ്ടിച്ചവനാ, ഈ ഭൂമിയിലുള്ള സകലത്തിന്റെ ആധിപനാ. ആമേൻ. ആ അപ്പൻ നിനക്കുള്ളത് കൊണ്ട് നീ ഇന്നലകളിൽ ഒടുങ്ങിപ്പോകുവാൻ എന്റെ ദൈവം അനുവദിക്കത്തേയില്ല. പുറപ്പാടിന് സമയമായി. ഒതുക്കപ്പെട്ട സ്ഥാനത്ത് നിന്ന് പുറപ്പാടിന് സമയമായി. ചെങ്കടൽ കണ്ട് ഭയപ്പെടരുത്. ചെങ്കടൽ നിന്റെ അവസാനമല്ല, മുൻപിൽ വാഗ്ദത്തമുണ്ട്. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. തീക്കൽ കാറ കണ്ട് ആമേ തൊണ്ട വരളണ്ട. നീ ആ തീക്കൽ പാറയിൽ വെള്ളം കിട്ടാതെ ചത്തുപോകുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. തീക്കൽ പാറയെ ജല തടാകമാക്കുന്ന ഒരു ദൈവനുണ്ട്. മാറയെ കണ്ട് നിരാശപ്പെടേണ്ട. മാറയെ മധുരമാക്കുന്ന ഒരു ദൈവമുണ്ട്. നീ മുൻപോട്ട് പോക. നിന്റെ വാഗ്ദത്തത്തിലേക്ക് നിശ്ചയമായും എന്റെ കർത്താവ് നിന്നെ കരം പിടിച്ച് നടത്തും. ഈ നില തുടരരുത്. 2024 എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ നില തുടരരുത്. ആമേൻ. വിളിച്ചു പറ, എനിക്ക് മാറാൻ പറ്റും. ആമേൻ. ഈ ദേശത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ആരെ നിങ്ങൾ നോക്കുന്നു അവരെ പോലെ മാറുവാൻ കഴിയും. ആമേൻ. നിന്റെ ഇന്നലെ നോക്കി അയ്യോ ഞാൻ അങ്ങനെ ആയിപ്പോയി, ഞാനൊരു കുടിയനായിപ്പോയി, അതുകൊണ്ട് എനിക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല, ചുമ്മായ. ആമേൻ. പിശാച് നിങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നതാ. ആമേൻ. ഇവിടെ ഇരിക്കുന്ന എന്നെ കേൾക്കുന്ന ഏത് കുടിയനെക്കാളും കുടിയിൽ എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് മാറാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും മാറാൻ പറ്റും. ആമേൻ. മുൻപോട്ട് വരുവാൻ കഴിയും. നഷ്ടപ്പെട്ടു പോയിട്ടില്ല. നിന്റെ ജീവിതം തീർന്നു പോയിട്ടില്ല. നിന്റെ ജീവിതം അവസാനിച്ചു പോയിട്ടില്ല. ഈ ചെങ്കടൽ ഒന്നിന്റെയും അവസാനമല്ല. വാഗ്ദത്തം മുൻപിലുണ്ട്. വീഴ്ച തിരിച്ചറിഞ്ഞ് പുറത്തു വാ. നീ ഏതിൽ നിന്ന് വീണു എന്ന് തിരിച്ചറിഞ്ഞ്, നീ എവിടെ നിന്ന് വീണു എന്ന് തിരിച്ചറിഞ്ഞ്, ഓ സ്തോത്രം. സഭയോട് ദൂതൻ പറഞ്ഞ ദൂത് ആവർത്തിക്കട്ടെ. നിന്റെ ആദ്യ സ്നേഹം എവിടെ പോയി? നിന്റെ വിശ്വസ്തത എവിടെ പോയി? വീഴ്ച തിരിച്ചറിഞ്ഞ് നീ മുൻപോട്ട് വാ. ആമേ. ചെങ്കടലിൽ അത് വഴിയാ, തീക്കൽ പാറയിൽ അത് ജലതടാകമാ, മാറയല്ല അത് മധുരമാ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. എന്നും ഈ കണ്ണീരിൽ തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. എന്നും ഇങ്ങനെ ഒന്നുമാകാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് അവസാനിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. ആമേൻ. സ്തോത്രം. 4 ശ്രദ്ധിക്കണമേ. 2025 ആ അവസരം നിങ്ങളുടേതാകുവാൻ മത്സരികൾ ആകരുത്. 1 ശമൂവേലിന്റെ പുസ്തകം 15:23 പറയുന്നു, മത്സരം ആഭിചാര ദോഷം പോലെയും ഷാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെ ആകുന്നു. ദൈവത്തിന് ഏറ്റവും വെറുപ്പുള്ള കാര്യം എന്തെന്ന് നിങ്ങൾ വേദപുസ്തകം എടുത്ത് വെച്ച് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ആമേൻ. ശുദ്രപ്രയോഗം, ആഭിചാരം, ആമേൻ. സ്തോത്രം. വിഗ്രഹാരാധന, ആമേൻ. സ്തോത്രം. അതുപോലെയാണ് മത്സരം. മത്സരിക്കരുത്, മത്സരിക്കരുത്. ആമേൻ. ഭാര്യയും ഭർത്താവും തമ്മിൽ മത്സരിച്ചാൽ മക്കൾ അനാഥരാകും. ആമേൻ. സ്തോത്രം. ആവർത്തിച്ച് പറയട്ടെ, ഭാര്യയും ഭർത്താവും തമ്മിൽ മത്സരിച്ചാൽ മക്കൾ അനാഥരാകും. ആമേൻ. സ്തോത്രം. മക്കൾ തമ്മിൽ മത്സരിച്ചാൽ ദേശത്തിൽ പേര് നഷ്ടപ്പെടും. ആമേൻ. സമൂഹം മത്സരിച്ചാൽ അത് ഇല്ലാതായി തീരും. എവിടെ മത്സരം ഉണ്ടാകുന്നുവോ അവിടെ നാശമുണ്ടാകും. എവിടെ ഒരു നാശമുണ്ടായോ അതിന്റെ പിന്നാമ്പുറം ചികഞ്ഞാൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. മത്സരിച്ച കുറെ എണ്ണത്തിന്. ആമേൻ. നമ്മളെ വിളിച്ചത് മത്സരിക്കുവാനല്ല. നമ്മളെ വിളിച്ചത് ദൈവത്തോട് മത്സരിക്കുവാനല്ല, മനുഷ്യനോട് മത്സരിക്കുവാനല്ല. ആമേൻ. ശമൂവേലിന് ശൗലിനോട് പറയുവാനുണ്ട്, ശൗലേ, നിന്നെ ദൈവം തിരഞ്ഞെടുത്തത് മത്സരിക്കുവാനല്ല തിരഞ്ഞെടുത്തത്, നീ രാജ്യത്തിന്റെ ഭരണം നിർവഹിക്കുവാനുള്ളതാ. നീ സ്തോത്രം യേശുവിൻ നാമത്തിൽ നിന്റെ അപ്പന്റെ നഷ്ടപ്പെട്ടു പോയ കഴുതയെ തേടി നടന്ന ഒരു കാലം നിനക്കുണ്ട്. നീ തിരിച്ചറിയ. അന്ന് നിന്നെ വിളിച്ച് വേർതിരിച്ച് നീ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് ഇസ്രായേലിന്റെ രാജസ്ഥാനത്ത് കൊണ്ടിരുത്തിയ ഒരു ദൈവമുണ്ട്. ആ ദൈവം ഇന്നും നിനക്കൊപ്പമുണ്ട്. കേൾക്ക്, നീ മത്സരിക്കരുത്, ദൈവത്തോട് മത്സരിക്കരുത്. ഓ മത്സരം ആഭിചാര ദോഷം പോലെ. ആമേൻ. ശൗലിന്റെ ജീവിതം എന്തുകൊണ്ട് തകർന്നു പോയി? ശൗലിന് തലയെടുപ്പുണ്ട്, പൊക്കമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ആമേൻ. സ്തോത്രം. കുറെ കഴുതകളുടെയും ആടിന്റെയും കരച്ചിൽ കേട്ടപ്പോൾ ശൗലിന് തോന്നി, ആമേൻ, ശമൂവേൽ വയസ്സായല്ലോ, ഇനി ശമൂവേലിനോടൊന്ന് മത്സരിച്ച് കളയാം. ആമേൻ. ശമൂവേലിനോടല്ല ശൗൽ മത്സരിച്ചത്, ദൈവത്തോട് മത്സരിച്ചു. ദൈവത്തോട് മത്സരിച്ചു. മത്സരം ആമേൻ ജീവിതങ്ങളെ നശിപ്പിച്ചു കളയും. ആമേൻ. സ്തോത്രം. 5-ാമതായി ആമേൻ കേൾക്കണമേ, നേരിടുക. ആമേൻ. സ്തോത്രം. യോശുവയുടെ പുസ്തകം 3:15 കൊയ്ത്തുകാലമൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞ് ഒഴുകും. പെട്ടകം ചുമന്ന്
വന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽ വെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. ആമേൻ. ആ സ്തോത്രം. യോർദാൻ കണ്ട് ഓടിപ്പോയവരെ കുറിച്ചല്ല, യോർദാനിൽ കാൽ വെച്ചവരെ കുറിച്ച്. ഒരിക്കൽ ആമേൻ സ്തോത്രം ഒരു റെസ്റ്റോറന്റിൽ ഒരു കുലീനയായ സ്ത്രീ ചായ കുടിക്കുവാനായി കടന്നുപോയി. ചായ കൊണ്ടുവന്നു. ആമേൻ കുടിച്ചു തുടങ്ങിയപ്പോൾ ഒരു പാറ്റ മേശപ്പുറത്തേക്ക് വീണു. ഈ സ്ത്രീ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ബഹളം വെച്ചു. ആമേൻ കപ്പ് സോസറുമൊക്കെ തട്ടി താഴെ വീണു. അവിടെ കൂടിയിരുന്ന ആൾക്കാരെല്ലാം അവിടെ വന്നുകൂടി വല്ലാത്തൊരവസ്ഥയായി. എല്ലാവരും ഭയന്നൊരവസ്ഥ. ഒരു വെയിറ്റർ വന്ന് കൂളായിട്ട് ആ പാറ്റയെ 2 ചിറവിലും പിടിച്ചെടുത്തുകൊണ്ട് പുറത്തു പോയി കളഞ്ഞു. ആമേൻ സ്തോത്രം. അത്രയും വലിയ വഴക്കുണ്ടായതാ. ആമേൻ. അത്രയും വലിയ ടെൻഷൻ ഉണ്ടായതാ. ആമേൻ. നീ ഒന്ന് എടുത്തു കളഞ്ഞാൽ തീരാമെന്നുള്ള പ്രശ്നമേ ഉള്ളൂ. യേശുവിൻ നാമത്തിൽ ആ പാറ്റയെ കണ്ട് പേടിക്കരുത്. അത് ചിറകടിക്കുന്നത് കണ്ട് പേടിക്കരുത്. ആമേൻ സ്തോത്രം. നീ നേരിടുമെങ്കിൽ ചില യോർദാനെ എന്റെ ദൈവം പിളർത്തും. നീ നേരിടുമെങ്കിൽ ചില യോർദാനെ എന്റെ ദൈവം നിനക്ക് വേണ്ടി പിളർത്തും. ആമേൻ. എത്ര പേർ റെഡിയാണ്? ആമേൻ സ്തോത്രം. ഞാൻ പേടിക്കത്തില്ല. ഓ റാധ്യരെ ഷന്ധാരകന. ദൈവം എന്നോട് കൂടെയുള്ളത് കൊണ്ട്, ദൈവം എന്നോട് കൂടെയുള്ളത് കൊണ്ട്, ഞാൻ ദൈവത്തിന്റെ മകനായതുകൊണ്ട്, എനിക്ക് 2025 അവകാശമായി പ്രാപിക്കുവാനുള്ളത് കൊണ്ട് ഞാൻ പേടിക്കത്തില്ല. പാറ്റയായാലും പൂച്ചയായാലും ആമേൻ. എടുത്തു കളയേണ്ടതിനെ എടുത്തു കളഞ്ഞ് യേശുവിൻ നാമത്തിൽ സമാധാനത്തോടെ ഇരിക്കുക. നിന്റെ കാൽ വയ്ക്കുമ്പോൾ യോർദാൻ പിളരും. നിന്റെ തലമുറകൾ നിന്റെ പിന്നാലെ വരും. യേശുവിൻ നാമത്തിൽ. ഭയന്ന് വിളിച്ചത് മതി, നിലവിളിച്ചത് മതി, ബഹളം വെച്ചത് മതി. എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് കരങ്ങളിൽ ബൈബിൾ ഉള്ളവർ ബൈബിൾ എടുത്താട്ടെ. ആമേൻ. ഇനി ഏകദേശം 4 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ 2025 പ്രവേശിക്കുവാൻ പോകുന്നു. എല്ലാവരും ചാടി എഴുന്നേറ്റ് ബൈബിൾ കരങ്ങളിലെടുത്ത് 136 സങ്കീർത്തനം എടുത്താട്ടെ. നമ്മൾ വാക്യപ്രതിവാക്യമായി വായിക്കുവാൻ പോകുന്നു. ആ സ്തോത്രം സങ്കീർത്തനം 136 ആദ്യ ഭാഗം ഞാൻ വായിക്കുമ്പോൾ രണ്ടാമത്തെ ഭാഗം നിങ്ങൾ വായിക്കണം. ആമേൻ. വാക്യപ്രതിവാക്യമായി നിങ്ങൾ വായിക്കേണ്ടത് ആകുന്നു. ആമേൻ. ഒന്നാമത്തെ വാക്യം ഒരു ഉദാഹരണമായി പറഞ്ഞു തരാം. സങ്കീർത്തനം 136. ബൈബിൾ ഉള്ളവർ ബൈബിൾ എടുക്കുക. ബൈബിൾ ഇല്ലാത്തവർ അടുത്ത് നിൽക്കുന്നവരുടെ ബൈബിളിൽ നോക്കുക. പിടിച്ചു പറിച്ചുകൊണ്ട് ഓടരുത്. ആമേൻ. 136 ഒന്നാമത്തെ വാക്യം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് നിങ്ങൾ പറയണം. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ഈ രാത്രി സ്തുതിച്ചു മഹത്വപ്പെടുത്തി വചനത്തോടൊപ്പം പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാം. സങ്കീർത്തനം 136 ബൈബിളിലേക്ക് നോക്കിയാട്ടെ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ. ദൈവാദിദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ, കർത്താദി കർത്താവിന് സ്തോത്രം ചെയ്യുവിൻ. ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന്, ജ്ഞാനത്തോടെ ആകാശങ്ങളെ ഉണ്ടാക്കിയവന്, ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവന്, വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കിയവന്, പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും, മിസ്രയീമിലെ കടിഞ്ഞൂലുകളെ സംഗ്രഹിച്ചവന്, അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ പുറപ്പെടുവിച്ചവന്, ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും തന്നെ ചെങ്കടലിനെ 2 വിഭാഗിച്ചവന്, അതിന്റെ നടുവിൽ കൂടി ഇസ്രായേലിനെ കടത്തിയവന്, ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടവന്, തന്റെ ജനത്തെ മരുഭൂമിയിൽ കൂടി നടത്തിയവന്, മഹാരാജാക്കന്മാരെ സംഗ്രഹിച്ചവന്, ശ്രേഷ്ഠ രാജാക്കന്മാരെ നിഗ്രഹിച്ചവന്, അമോര്യരുടെ രാജാവായ സീഹോനെയും ബാശാൻ രാജാവായ ഓഗിനെയും അവരുടെ ദേശത്തെ അവകാശമായി കൊടുത്തു. തന്റെ ദാസനായ ഇസ്രായേലിന്റെ അവകാശമായി തന്നെ നമ്മുടെ താഴ്ചയിൽ നമ്മളെ ഓർത്തവന്, നമ്മുടെ വൈരികളുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ചവന്, സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവന്, സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ. നമുക്ക് ഒരുമിച്ച് ആ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നന്ദി കർത്താവേ, സ്തോത്രം സ്തോത്രം. അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. ഈ വർഷം മുഴുവൻ ഞങ്ങളെ കാത്തു പരിപാലിച്ച കർത്താവേ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. അങ്ങയുടെ സ്തോത്രം, അങ്ങയുടെ ദയ, അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ കരുണ എന്നേക്കുമുള്ളത്. ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. സ്തുതിയോടെ നമ്മൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുക. സ്തുതിയോടെ, സ്തോത്രത്തോടെ. ആരും മൗനമായിരിക്കരുത്. വായ്ക്കകത്തുനിന്ന് സ്തുതി ഉയരട്ടെ. ശപിച്ച വായ്കൾ സ്തുതിച്ചു തുടങ്ങട്ടെ. ഓ റാധാന, കോപത്തോടെയുള്ള വാക്കുകൾ
വാക്കുകൾ പറഞ്ഞ വായികൾ സ്തുതിച്ചു തുടങ്ങട്ടെ. സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന രാജാവേ, സ്തുതിക്കുന്ന യേശുവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നന്ദി അപ്പാ, നന്ദി കർത്താവേ. സ്തുതി മുഴങ്ങട്ടെ, സ്തുതി മുഴങ്ങട്ടെ, സ്തുതി മുഴങ്ങട്ടെ. സ്തുതിയോടെ പുതിയൊരു വർഷത്തിലേക്ക്, സ്തുതിയോടെ 2025ലേക്ക്, സ്തുതിയോടെ അവസരങ്ങളുടെ വാതിലുകൾ തുറക്കുവാൻ, സ്തുതിയോടെ ആധാരങ്ങളെ തുറന്ന് സ്തുതിക്ക്. മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാത്ത ദൈവത്തെ സ്തുതിക്ക്. ദിന താഴ്ചയിൽ നിന്ന് വിടുവിച്ച ദൈവത്തെ സ്തുതിക്ക്. ഇന്നയോളം കൂടിരുന്ന ദൈവത്തെ സ്തുതിക്ക്. ഈ രാത്രിയിലും ഏകനായി നിന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തിനെ സ്തുതിക്ക്. വീണു പോകും. ഓ നന്ദി കർത്താവേ, നന്ദി യേശുവേ, നന്ദി രാജാവേ. ഹല്ലേലൂയ. ഹാപ്പി ന്യൂ ഇയർ. ആമേൻ. ഹാപ്പി ന്യൂ ഇയർ. ആമേൻ. 2025ലേക്ക് സ്തുതിയോടെ സ്തോത്രത്തോടെ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. പരസ്പരം ഒരു ഹാപ്പി ന്യൂ ഇയർ കൊടുത്തേ. ആമേൻ. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും ആമേൻ സ്തോത്രം. അടുത്ത് നിൽക്കുന്ന ആളിന് ഒരു ഹാപ്പി ന്യൂ ഇയർ കൊടുത്തേ. എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ കൊടുത്തേ. ഹാപ്പി ന്യൂ ഇയർ. ഓ ഹല്ലേലൂയ. ഹാപ്പി ന്യൂ ഇയർ. സന്തോഷത്തോടെ, സന്തോഷത്തോടെ. ആമേൻ. തൊട്ടടുത്ത് നിൽക്കുന്ന ആളിന് ഒരു ഹാപ്പി ന്യൂ ഇയർ കൊടുത്തേ. ഹാപ്പി ന്യൂ ഇയർ. യെസ്, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. അവസരത്തിന്റെ വാതിൽ, അവസരത്തിന്റെ വാതിൽ തുറക്കപ്പെടുക. സഭയെ അവസരത്തിന്റെ വാതിൽ തുറക്കപ്പെടുക. യേശുവിൻ നാമത്തിൽ ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. ഹല്ലേലൂയ. ആമേൻ. ഒരു നിമിഷം ഇരുന്നേ. ഹല്ലേലൂയ. സ്തോത്രം. അവസരത്തിന്റെ വാതിലിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ശ്രദ്ധിച്ചേ, നിങ്ങളിപ്പോൾ ആമേൻ കാത്തിരുന്ന അവസരത്തിന്റെ തുറന്നു കിട്ടിയ വാതിലിനകത്ത്. ആമേൻ. ശ്രദ്ധിച്ചേ, എല്ലാവരും ഇരുന്ന് തീർന്നു. ആമേൻ. ഇപ്പൊ നമ്മൾ പ്രാർത്ഥിച്ച് നിർത്തും. ആമേൻ. നിങ്ങൾ പ്രതീക്ഷിച്ച ആമേൻ കാത്തിരുന്ന അവസരത്തിന്റെ വാതിൽ നിങ്ങൾക്ക് തുറന്നു കിട്ടി. ഇനി ആശ്രയം ദൈവത്തിൽ മാത്രം. ആമേൻ. സ്തോത്രം. ആറാമതായി, ഇനി ആശ്രയം ദൈവത്തിൽ മാത്രം. സങ്കീർത്തനം 27. ചിലർ കുതിരകളിലും ചിലർ രഥങ്ങളിലും ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്ക്. ആമേൻ. വേഗം പറഞ്ഞു നിർത്തട്ടെ. ഒരിക്കൽ വളരെ സങ്കടങ്ങളോടെ ഒരു മനുഷ്യൻ പള്ളിയിൽ പ്രാർത്ഥിക്കുവാനായി പോയി. ഒരു വലിയ പള്ളി, ഒരു ബസലിക്ക. ആ പള്ളിയിൽ പ്രാർത്ഥിക്കുവാനായി പോയി. ആ മനുഷ്യൻ തന്റെ കഷ്ടതയും ദാരിദ്ര്യവും ഒക്കെ പറഞ്ഞ്, ശ്രദ്ധിച്ചാട്ടെ, ഉമ്മ വെച്ചത് മതി, ശ്രദ്ധിച്ച്. ആ മനുഷ്യൻ ആമേൻ കഷ്ടതയും ദാരിദ്ര്യവും ഒക്കെ പറഞ്ഞ് ആമേൻ പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. ഈ മനുഷ്യൻ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ മറ്റൊരു മനുഷ്യൻ, സമ്പന്നനായ മനുഷ്യൻ ഇത് കേട്ടപ്പോൾ ആ മനുഷ്യന്റെ ഉള്ളിൽ ഒരു അലിവുണ്ടായി. ഈ മനുഷ്യന്റെ ആമേൻ കഷ്ടപ്പാട് നിന്ന് അറുതി വരുത്തണം. നിങ്ങൾ ശ്രദ്ധിക്കണമേ, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ആമേൻ സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണമേ. ആമേൻ സ്തോത്രം. ഈ മനുഷ്യന് ആമേൻ ഒരു ചിന്ത വന്നു. ഈ മനുഷ്യന്റെ കഷ്ടപ്പാടിന് ഒരു അറുതി വരുത്തണം. ആ മനുഷ്യൻ ആമേൻ തന്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് ആമേൻ ഈ കരഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യന്റെ കയ്യിൽ കൊടുത്തു. കേൾക്ക്. ആമേൻ സ്തോത്രം. കുറച്ച് പൈസ എടുത്ത് കരഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യന്റെ കയ്യിൽ കൊടുത്തു. ഒപ്പം തന്റെ വിസിറ്റിംഗ് കാർഡും കൊടുത്തു. എന്നിട്ട് ആ മനുഷ്യൻ ഈ കരഞ്ഞുകൊണ്ടിരുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ ഇത് കൊണ്ടുപോയി നിങ്ങളുടെ ആവശ്യം നിറവേറ്റുക. ഒപ്പം തന്നെ ആമേൻ ഇനി നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ ഈ വിസിറ്റിംഗ് കാർഡിൽ എന്റെ നമ്പർ ഉണ്ട്, എന്നെ വിളിക്കുക, അല്ലെങ്കിൽ എന്നെ വന്ന് കാണുക. എത്ര ഭാഗ്യകരമായ അവസ്ഥയല്ലേ. അങ്ങനെ ഒരു മനുഷ്യനെ വിസിറ്റിംഗ് കാർഡും കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആമേൻ നമ്മുടെ ലൈഫ് എന്ത് സെറ്റിലായി. ആമേൻ. ശ്രദ്ധിക്കണമേ. ആ മനുഷ്യൻ പെട്ടെന്ന് എന്ത് ചെയ്തു? ഈ കൊടുത്ത പൈസ കയ്യിലെടുത്തു. എന്നിട്ട് വിസിറ്റിംഗ് കാർഡ് ചുരുട്ടി പുറത്തേക്ക് എറിഞ്ഞു. ആമേൻ. ആ മനുഷ്യൻ ആശ്ചര്യമായി. ഇവൻ എന്താണ് കാണിച്ചത്? ഇവന്റെ എന്ത് ആവശ്യത്തിന് ഞാൻ കൂടെ നിൽക്കാമെന്നുള്ള ഉറപ്പാണല്ലോ കൊടുത്തത്. എന്നെ വിളിച്ചാൽ ഇവന്റെ എന്ത് ആവശ്യവും ഞാൻ നിറവേറ്റി കൊടുക്കുമല്ലോ. സങ്കടത്തോടെ ആ മനുഷ്യൻ ചോദിച്ചു, ആമേൻ എന്തുകൊണ്ടാണ് പൈസ എടുത്തിട്ട് എന്റെ വിസിറ്റിംഗ് കാർഡ് നീ വേണ്ട എന്ന് വെച്ചത്? ആ മനുഷ്യൻ പറഞ്ഞു, ആമേൻ എനിക്ക് പൈസ ഇപ്പോൾ ആവശ്യമാണ്, ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് അതിനാണ്, ദൈവം അതെനിക്ക് തന്നു. നിങ്ങളുടെ വിസിറ്റിംഗ് കാർഡ് എൻ്റെ കയ്യിലിരുന്നാൽ നാളെ എനിക്കൊരു ആവശ്യം വന്നാൽ ഞാൻ പ്രാർത്ഥിക്കത്തില്ല, നിങ്ങളെ വിളിക്കും. എനിക്ക് നിങ്ങളെ വിളിക്കണ്ട, എനിക്ക് പ്രാർത്ഥിച്ചാൽ മതി. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ നിങ്ങൾ ആരായിരുന്നാലും എനിക്ക് നിങ്ങളെ വിളിക്കണ്ട, എനിക്ക് പ്രാർത്ഥിച്ചാൽ മതി, എനിക്ക് പ്രാർത്ഥിച്ചാൽ മതി. ആ മനുഷ്യൻ ആശ്ചര്യത്തോടെ നിൽക്കുമ്പോൾ ഈ പ്രാർത്ഥിച്ച മനുഷ്യൻ ആ ബസിലിക്കയിൽ ആമേൻ പെയിന്റ് ചെയ്തിരുന്ന ഒരു ചിത്രത്തെ ചൂണ്ടി ചോദിച്ചു, ആ ചിത്രം നിങ്ങൾക്കറിയാമോ? ആ മനുഷ്യൻ ഉടനെ പറഞ്ഞു, അറിയാം, ഹാഗറിന്റെ ചിത്രമാണ്. ആ മനുഷ്യൻ പറഞ്ഞു, അത് തന്നെ ഹാഗർ. അവൾ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ശക്തനായ, അവളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന ഒരുത്തന്റെ വീട്ടിൽ നിന്നാണ് അവൾ ഇറങ്ങിപ്പോകുന്നത്. അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന്. സമ്പന്നൻ, ആമേൻ, ദാസന്മാരുള്ളവൻ, എല്ലാത്തിനും കഴിവുള്ളവൻ. പക്ഷെ അവൾ കൈനീട്ടിയപ്പോൾ കൊടുത്തതോ ഒരു തുരുത്തിയിൽ കുറച്ച് വെള്ളവും ഒരപ്പവും. ആമേൻ. എന്നാൽ ആ സമ്പന്നന് ചെയ്യുവാൻ കഴിയാത്തത്, മരുഭൂമിയിൽ ഇന്ന് വരെ വറ്റാത്ത ഉറവ
ഉറവ തുറന്ന് നൽകിയ ഒരു ദൈവം, ആ ദൈവത്തിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. നിങ്ങളുടെ വിസിറ്റിംഗ് കാർഡ് എനിക്ക് വേണ്ട, നിന്റെ സ്നേഹത്തിന് നന്ദി. വിസിറ്റിംഗ് കാർഡ് എനിക്ക് വേണ്ട. ഈ രാത്രി വിളിച്ചു പറയ്, 2025 നിനക്കാരുടെ വിസിറ്റിംഗ് കാർഡ് വേണ്ട, നിനക്കാരുടെ ഫോൺ കോൾ വേണ്ട, നിനക്കാരുടെ മെസ്സേജ് വേണ്ട. നിനക്ക് വേണ്ടത് ഉറവ തുറന്നു തരുന്ന ദൈവത്തെ. ഓ രാധാരാക്ഷക, നിന്റെ മരുഭൂമിയെ മാറ്റുന്ന ദൈവത്തെ. ആമേൻ, ഹല്ലേലൂയ. ആശ്രയം വയ്ക്കരുത്. 2025 പ്രൈസർ ഫാമിലി ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, 2025 നിങ്ങളുടേതാ. ആമേൻ. ഒരുമിച്ച് നമുക്ക് നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിച്ചാം. ആമേൻ. സ്തോത്ര കാഴ്ചയുടെ സമയമാണ്. കൊയർ മുൻപോട്ട് കടന്നു വന്ന് പാട്ടുപാടി കർത്താവിനെ മഹത്വപ്പെടുത്തും. എല്ലാവരും സന്തോഷത്തോടെ സ്തുതിച്ച് എല്ലാ സങ്കടങ്ങളും കളഞ്ഞ് ആരാധിച്ച് സന്തോഷത്തോടെ ഭവനത്തിലേക്ക് മടങ്ങുക. എല്ലാ സങ്കടങ്ങളും മാറിപ്പോകട്ടെ. നിങ്ങളുടെ സങ്കടങ്ങൾ തീരുവാൻ തക്ക വേണം ദൈവം അവസരങ്ങളുടെ വാതിലുകൾ തുറന്നിട്ടുണ്ട്. എല്ലാവരും ആമേൻ ഒരുമിച്ച് ആ നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആരും മൗനമായിരിക്കരുത്. സന്തോഷത്തോടെ വേണം ഇതിനകത്തുനിന്ന് പോകുവാൻ. വാടിയ മുഖങ്ങൾ മാറിപ്പോകട്ടെ യേശുവിൻ നാമത്തിൽ. എല്ലാ വാടിയ മുഖങ്ങളും മാറിപ്പോകട്ടെ. എല്ലാ കനമുള്ള ഹൃദയങ്ങളും ഫ്രീ ആവട്ടെ. എല്ലാ നിരാശകളും മാറിപ്പോകട്ടെ. എല്ലാ സങ്കടങ്ങളും മാറിപ്പോകട്ടെ. ഒരു പുതിയ സന്തോഷം യേശുവിൻ നാമത്തിൽ നമുക്ക് തുറന്നു കിട്ടിയ വാതിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം പുതിയ സന്തോഷം. ചേർന്ന് പാടിയേ, കൊയർ പാടിയാട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമുക്ക് കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തുതിക്കാം.
ഈ രാത്രി ഞങ്ങൾ അഴിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാ ബന്ധനങ്ങളും വഴിയട്ടെ, എല്ലാ ബാധകളും വിട്ടുമാറട്ടെ, എല്ലാ പൈശാചിക പോരുകളും വഴിയട്ടെ. ഓ രാധാര അഴിച്ചുവിട്ട കൈകൾ പിടിച്ചു കെട്ടപ്പെടട്ടെ. അധികാരത്തോടെ ഓ രാധാര ഓ രാധാ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ച് അന്യഭാഷകൾ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. നൃത്തം ചെയ്ത നല്ല കർത്താവിനെ ആരാധിച്ചാട്ടെ. ഓ സ്തോത്രം. ഇനി നിന്റെ കാലുകൾ ചടഞ്ഞുകൂടിയിരിക്കുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ദേശത്തിൽ മരണ വീട് പോലെ നിലവിളിക്കുന്ന ചില ഭവനങ്ങളിലേക്ക്
നിന്റെ കാലുകൾ ഓടി തുടങ്ങിയ യേശുവിൻ നാമത്തിൽ മരണത്തിനായി നിലവിളിക്കുന്ന ചില വ്യക്തികളുടെ അടുക്കലേക്ക് ഇനി നിന്റെ കാലിൽ ആ ബന്ധനമില്ല. 2025 നിന്റെ കാലിൽ ആ ബന്ധനമില്ല. 2025 നിന്റെ ബുദ്ധിയിൽ ആ ബന്ധനമില്ല. 2025 നിന്റെ കരങ്ങളിൽ ആ ബന്ധനമില്ല. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ചില വാതിലുകൾ തുറക്കുക ഈ രാത്രി. ചില വാതിലുകൾ, ഓ താങ്ക് യു ലോർഡ്, ചില വ്യക്തികളിലേക്ക്, ഓ സ്തോത്രം, സഭയോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വിളിച്ചു പറയട്ടെ. ചില വ്യക്തികൾ വാതിൽ തുറന്നിട്ട് വിളിക്കുക. ആമേൻ, ഹല്ലേലൂയ. ചില വ്യക്തികൾ ഹൃദയത്തിന്റെ വാതിൽ തുറന്നിട്ട് വിളിക്കുക. യേശുവിനെ കൊടുക്കുവാൻ റെഡിയാണോ? ചില കുടുംബങ്ങൾ ആമേൻ വാതിൽ തുറന്നിട്ട് വിളിക്കുക. യേശുവിനെ കൊടുക്കുവാൻ റെഡിയാണോ? യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക്. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.